Okay, dear students, നമ്മൾ kinds of guarantee, പിന്നെ continuing guarantee and revocation ഇത്രയും കഴിഞ്ഞു. ഈ ഒരു ചെറിയ പോർഷൻ കൂടി നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത് റൈറ്റ്സ് ഓഫ് ഷ്യൂറിറ്റി ആണ്. അതായത് നമ്മുടെ ഷ്യൂറിറ്റി ഗ്യാരണ്ടി നിൽക്കുന്ന ആ വ്യക്തിയുടെ റൈറ്റ്സ്, അവകാശങ്ങൾ എന്തൊക്കെയാണ്. അയാൾക്ക് മൂന്ന് രീതിയിലാണ് അവകാശങ്ങൾ വരുന്നത്. റൈറ്റ് എഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ, റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഡെപ്റ്റ്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് റൈറ്റ് എഗെയിൻസ്റ്റ് ദ കോ ഷ്യൂറിറ്റീസ്. ഒന്നിൽ കൂടുതൽ ഷ്യൂറിറ്റീസിനെയാണ് കോ ഷ്യൂറിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്ററുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്സ്, പ്രിൻസിപ്പൽ ഡെബിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്സ്, പിന്നെ നമ്മളുടെ കോ ഷ്യൂറിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്സ്. അതിൽ ആദ്യം നമ്മൾ റൈറ്റ്സ് എഗെയിൻസ്റ്റ് ക്രെഡിറ്റർ. ഓക്കെ, അപ്പം ഈ പ്രിൻസിപ്പൽ ഡെബിറ്റർ പേയ്മെന്റ് ഡിഫോൾട്ട് വരുത്തി കഴിയുമ്പോഴാണല്ലോ നമ്മളുടെ ഷ്യൂറിറ്റിയുടെ സെക്കൻഡറി ലയബിലിറ്റി അവിടെ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഈ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ള ഡെപ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഷ്യൂറിറ്റീനെ പേ ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഷ്യൂറിറ്റി എന്ത് ചെയ്യുന്നു, ക്രെഡിറ്ററോട് പറയാണ് എന്തായാലും ഞാൻ പേ ചെയ്യാം, അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിൻസിപ്പൽ ഡെബിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലായിട്ട് എന്ത് ചെയ്യണം, കേസ് ഫയൽ ചെയ്തേക്കണം, അയാൾ ഡിഫോൾട്ട് വരുത്തി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുമാത്രമല്ല ആ പ്രിൻസിപ്പൽ ഡെബിറ്ററുടെ കയ്യിൽ നിന്നും അയാൾ ഡിഫോൾട്ട് വരുത്തിയത് കൊണ്ട് എന്തെങ്കിലും അതിന് ഇപ്പം കേസ് ഇടാനായിട്ട് ഇപ്പം എന്തെങ്കിലും എക്സ്പെൻസോ അല്ലെങ്കിൽ ഈ ഡിഫോൾട്ട് വരുത്തിക്കൊണ്ട് എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടെങ്കിൽ അത് മൊത്തം ആ പ്രിൻസിപ്പൽ ഡെബിറ്ററിൽ നിന്നും ഈടാക്കാനും പറയണം. അതാണ് ആദ്യത്തെ റൈറ്റ്. മനസ്സിലായോ? സേ ഇപ്പം നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞല്ലോ, 50,000 രൂപ കൊടുക്കുക. ഒരാൾ മറ്റാൾക്ക് 50,000 രൂപ കൊടുത്തു. അപ്പോൾ അതിന് വേറൊരാൾ എന്ത് ചെയ്തു, ജാമ്യം നിൽക്കാം. ഇയാൾ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഞാൻ ഈ 50,000 പേ ചെയ്യാൻ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അയാൾ ഡിഫോൾട്ട് വരുത്തി. അപ്പോൾ ഈ 50,000 കൊടുത്ത ആൾ ഈ ഗ്യാരണ്ടി നിന്ന ആളെ വിളിക്കുകയാണ്, ഇത് അയാൾ തന്നില്ല, എനിക്ക് നിങ്ങൾ ഗ്യാരണ്ടി തന്നതാണ്, അപ്പം നിങ്ങൾ പേ ചെയ്യണം. അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ ഷ്യൂറിറ്റി എന്ത് ചെയ്യണം, ആദ്യം ഈ പൈസ കൊടുത്ത ആളോട് പറയണം, ഈ പൈസ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യണം, ലീഗലി ഒരു കേസ് ഫയൽ ചെയ്യണം. അത് മാത്രമല്ല, ഈ പൈസ അയാൾ തരാതെ വന്നുകൊണ്ട് നിങ്ങളിപ്പോൾ കേസ് ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ ആ കേസിന് നിങ്ങൾക്ക് എന്താണ് എക്സ്പെൻസ് വന്നത്, ഈ പൈസ അയാൾ സമയത്ത് തരാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടം വന്നത്, അതെല്ലാം അയാളുടെ കയ്യിൽ നിന്ന് ഈടാക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഡെപ്റ്റ് എത്രയാണോ അത് മാത്രമാണ് ഷ്യൂറിറ്റി പേ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അയാൾ പേ ചെയ്യുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് വേണ്ടിയിട്ടാണ് ഷ്യൂറിറ്റി നിൽക്കുന്നത്. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ആ ലോസും അതുപോലെ തന്നെ ആ എക്സ്പെൻസ് ഒക്കെ ആ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തേ പറ്റൂ. അതാണ് ആദ്യത്തെ റൈറ്റ്. രണ്ടാമത്തെ റൈറ്റ് പറയുന്നത് എന്താണ്, ഓൺ പേയ്മെന്റ് ഓഫ് ദ ഡെപ്റ്റ്. പേയ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്ററുടെ റൈറ്റ്സ് നമ്മുടെ ഷ്യൂറിറ്റിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കിട്ടിക്കഴിയുമ്പോൾ ഷ്യൂറിറ്റി ക്രെഡിറ്ററോട് ഡിമാൻഡ് ചെയ്യാണ്, പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എന്തെങ്കിലുമൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസ് ഒക്കെ ഇപ്പം ആർക്ക് കൊടുക്കണം, നമ്മളുടെ ഷ്യൂറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ഡിമാൻഡ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഒരു റൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെബിറ്ററുള്ള കോൺട്രാക്ട്, പ്രിൻസിപ്പൽ ഡെബിറ്റർ ഡിഫോൾട്ട് വരുത്തി. ഓക്കെ, അപ്പം ഷ്യൂറിറ്റിയാണ് പേ ചെയ്യേണ്ടത്. സപ്പോസ് ക്രെഡിറ്റർ ഷ്യൂറിറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ ഒരു കേസ് ഫയൽ ചെയ്തത്, ഇയാൾ ഗ്യാരണ്ടി നിന്നു, ഇയാൾ എന്നിട്ട് പൈ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ, കേസ് കൊടുക്കുവാണെങ്കിൽ ഷ്യൂറിറ്റി എന്ത് ചെയ്യണം, നമ്മളുടെ ഡെപ്റ്ററെ കൊണ്ട് ക്രെഡിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിയമപരമായിട്ടുള്ളൊരു നീക്കം നടത്തണം, എന്നിട്ടേ കോംപ്രമൈസിന് പോകാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ റൈറ്റ്സ് എഗെയിൻസ്റ്റ് ക്രെഡിറ്റർ വരുന്ന കാര്യങ്ങൾ. മനസ്സിലായല്ലോ?
ഇനി പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആയിട്ടുള്ള അവകാശം, റൈറ്റ്സ്. അതിൽ ആദ്യത്തെ റൈറ്റ് ടു ബി റിലീവ് ഫ്രം ദ ലയബിലിറ്റി. അതായത് ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ ലയബിലിറ്റി ഡ്യൂ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്യൂരിറ്റിയുടെ സെക്കൻഡറി ലയബിലിറ്റി ആക്റ്റീവ് ആവും. അപ്പോൾ ഷ്യൂരിറ്റി അത് പേ ചെയ്യാനുള്ള ബാധ്യത വന്നു അല്ലേ? അത് ഷ്യൂരിറ്റി പേ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രിൻസിപ്പൽ ഡെപ്റ്ററോട് ഷ്യൂരിറ്റി പറയും, നിന്റെ ബാധ്യത നീ എങ്ങനെയെങ്കിലും തീർക്കാനായിട്ട് പറയും. അത് തീർത്തിട്ട് നീ എൻ്റെ ബാധ്യത റിലീവ് ചെയ്യണം എന്ന് പറയും. അത് മാക്സിമം പറഞ്ഞ് അത് അയാൾക്ക് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഷ്യൂരിറ്റി അയാളുടെ ലയബിലിറ്റിയിൽ ആ ഗ്യാരണ്ടി അമൗണ്ട് പേ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് റൈറ്റ് ടു ബി റിലീവ് ഫ്രം ലയബിലിറ്റി. ഓക്കെ, ഇപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. ഈ ഇടപാടിൽ വേറൊരാൾ ഗ്യാരണ്ടി, എൻ്റെ ഒരു ഫ്രണ്ട് ഗ്യാരണ്ടി നിന്നു. ഞാൻ ഈ പൈസ വാങ്ങിച്ചത് ഡിഫോൾട്ട് വരുത്തി. ഓക്കെ, അപ്പം പൈസ തന്ന ആള് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ. അപ്പം ഗ്യാരണ്ടി ആള് വിളിച്ചു, അയാൾ തരുന്നില്ല, നിങ്ങൾ ഗ്യാരണ്ടി നിന്നാണ്, നിങ്ങൾ എന്തായാലും പൈസ തരണമെന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗ്യാരണ്ടി നിന്നാണ്. അപ്പം എനിക്ക് പൈസ തന്ന ആള് അയാളെ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പം തന്നെ പൈസ കൊടുക്കാതെ എൻ്റെ ഫ്രണ്ട് ആദ്യം എന്നോട് പറയാം, നീ ആ ബാധ്യത എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കുക, ഇല്ലെങ്കിൽ എനിക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് അയാളെ റിലീവ് ചെയ്യാൻ പറയും എൻ്റെ ഫ്രണ്ടിനെ. എനിക്ക് തീരെ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മാത്രമേ അയാൾ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അതാണ് റൈറ്റ് ടു ബി റിലീവ് ഫ്രം ലയബിലിറ്റി. ഇനി റൈറ്റ് ഓഫ് സബ്രഗേഷൻ. അതായത് ഇപ്പം സപ്പോസ് നമ്മുടെ ഷ്യൂരിറ്റി ഈ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ആ ഒരു പ്രോമിസ് അനുസരിച്ച് അയാൾ സെക്കൻഡറി ലയബിലിറ്റി പെർഫോം ചെയ്തു, അയാൾ പേ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം നമ്മളുടെ ക്രെഡിറ്ററുടെ റൈറ്റ്സ് മൊത്തം നമ്മളുടെ ഈ ഷ്യൂരിറ്റിക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ റൈറ്റ് ഓഫ് സബ്രഗേഷൻ അവിടെ വന്നു. പിന്നെ റൈറ്റ് ടു ഇൻഡിമിനിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അനുസരിച്ച് അതിലൊരു ഇംപ്ലൈഡ് പ്രോമിസ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഷ്യൂരിറ്റി പ്രിൻസിപ്പൽ ഡെപ്റ്റർ വേണ്ടി പേ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അയാൾക്കുള്ള എന്ത് നഷ്ടപരിഹാരം അയാൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ് സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൽ ഡെപ്റ്റർ പിന്നീട് ഷ്യൂരിറ്റി കൊടുക്കേണ്ടതാണല്ലോ. അപ്പൊ അത് മുഴുവനായിട്ട് തന്നെ കൊടുക്കണം, അത് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, അതിൽ എന്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടവും നമ്മളുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ വഹിക്കണം എന്നാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഷ്യൂരിറ്റിക്ക് അയാൾ എത്രയാണ് ആക്ച്വലി പേ ചെയ്തിട്ടുള്ളത് അത് മാത്രമേ ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ ഒരു വീഴ്ച കൊണ്ട് അയാൾ വേറെ എന്തെങ്കിലും അമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഷ്യൂരിറ്റിക്കുള്ള റൈറ്റ്സ്. ഓക്കെ, റൈറ്റ്സ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ എക്സാമ്പിൾ ആണ് അഭിലാഷ്, റമീസ് ആൻഡ് റിയാസ്. അഭിലാഷിന് റമീസുമായിട്ട് ഒരു കടബാധ്യതയുണ്ട്. റിയാസ് ആണ് അതിന് ഷ്യൂരിറ്റി നിൽക്കുന്നത്. അഭിലാഷ് റമീസിന് പേ ചെയ്തില്ല. അപ്പൊ റമീസ് എന്ത് ചെയ്തു, റിയാസിനോട് അത് പേ ചെയ്യാനായിട്ട് ഡിമാൻഡ് ചെയ്തു. പക്ഷെ റമീസ് അത് റിഫ്യൂസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് റമീസ് എന്ത് ചെയ്തു, റിയാസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്തു. ഓക്കെ, അപ്പം റിയാസും എന്ത് ചെയ്തു, അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആളും ലീഗലി മൂവ് ചെയ്തു. പക്ഷെ കോർട്ടിന് മുമ്പാകെ വന്നപ്പോൾ കോർട്ട് പറഞ്ഞത് റിയാസിനോട് അമൗണ്ട് പേ ചെയ്യാനായിട്ട്. ഓക്കെ, അത് മാത്രമല്ല ഈ കോർട്ട് പ്രൊസീഡിങ്സിന് എന്തൊക്കെ എക്സ്പെൻസ് വന്നോ അതും പേ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ റിയാസിന് എന്ത് ചെയ്യാം, അഭിലാഷാണല്ലോ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, അയാളുടെ ഡെപ്റ്റ് എത്ര എമൗണ്ട് ആണോ അതും ഈ കോർട്ട് പ്രൊസീഡിങ്സിന് എത്ര കോസ്റ്റ് വന്നോ അതും അയാൾക്ക് പേ ചെയ്യാനായിട്ട് പറയാം. അതല്ലാതെ വേറെ എക്സ്ട്രാ എമൗണ്ട് ഒന്നും അയാൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പൊ തെറ്റി എന്തെങ്കിലും റോങ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിലും അതും അയാൾക്ക് അഭിലാഷിൽ നിന്നും ഈടാക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് റൈറ്റ്സ് അഗെയിൻസ്റ്റ് കോ ഷ്യൂരിറ്റീസ്. ഇപ്പൊ രണ്ടിൽ കൂടുതൽ ഷ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കോ ഷ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റർ അയാളുടെ ഒരു ഡെപ്റ്റിന് രണ്ടിൽ കൂടുതൽ ആൾക്കാരാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്, അവരെയാണ് കോ ഷ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ആ ഗ്യാരണ്ടി ഡെപ്റ്റിന് പേയ്മെന്റ് നടത്തും. ഇപ്പം ഈ കോ ഷ്യൂരിറ്റീസിൽ ഇപ്പൊ ഒരാളാണ് മറ്റേ നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ
ഫുൾ ഡെപ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് മറ്റുള്ള കോഷ്യൂരിറ്റീസിൽ നിന്നും അവരുടെ കോൺട്രിബ്യൂഷൻ ഈടാക്കാം. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ കോഷ്യൂരിറ്റീസിന് ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ആ ഡെപ്റ്റിൽ എന്താണ് ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ് വരുന്നത്. സപ്പോസ് ഇപ്പം 3 പേരുണ്ട്, ഇപ്പം നമ്മളുടെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ഒരു ബാധ്യത 3 ലക്ഷം ആണെങ്കിൽ ഓരോ കോഷ്യൂരിറ്റീസും 1 lakhs വെച്ചിട്ടായിരിക്കും ആ ഡെപ്റ്റ് എടുക്കുക. ഓക്കെ, ഇനിയിപ്പം കോഷ്യൂരിറ്റീസിൽ ആദ്യത്തെ ആള് ഈ 3 lakhs പേ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, ബാക്കി 2 കോഷ്യൂരിറ്റീസിൽ നിന്നും ഓരോ ലക്ഷം വീതം 2 ലക്ഷം ഈടാക്കാം. ഓക്കെ, ഓക്കെ, ഈ കോഷ്യൂരിറ്റീസ് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ പറയുന്ന കോഷ്യൂരിറ്റീസ് ജോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർ ഡിഫറെൻ്റ് ആയിട്ടോ ആ ലയബിലിറ്റി എങ്ങനെ എടുത്താലും അത് ആ പ്രിൻസിപ്പൽ എല്ലായിടത്തും ബാധകമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ 3 കോഷ്യൂരിറ്റീസും ചേർന്നിട്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ 3 കോഷ്യൂരിറ്റീസും ഓരോരുത്തരും ഓരോ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഫോം ചെയ്യുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി, അവിടെ എങ്ങനെ ഫോം ചെയ്താലും ഈക്വൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പൽ എല്ലായിടത്തിലും ബാധകമാണ്. അത് മാത്രമല്ല അവരുടെ നോളേജ്, ഐ മീൻ അവർക്കത് അറിഞ്ഞോ അറിയാതെയോ ഒരു കോഷ്യൂരിറ്റീസ് ആണെങ്കിൽ ഈക്വലി കോൺട്രിബ്യൂഷൻ ആണ് എന്നാണ് അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അനൂപ്, പ്രതീഷ് ആൻഡ് വിതിൻ. ഇവർ 3 പേരും കോഷ്യൂരിറ്റീസ് ആയിട്ട് ജൂഡിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ജൂഡ് എൽവിൻ്റെ അടുത്തുനിന്ന് 3 lakh rupees വാങ്ങിച്ചിട്ടുണ്ട്. ജൂഡ് എന്ത് ചെയ്തു, ഡിഫോൾട്ട് വരുത്തി പേയ്മെന്റിൽ. അപ്പോൾ ഈ കോഷ്യൂരിറ്റീസ് ആയിട്ടുള്ള അനൂപ്, പ്രതീഷ് ആൻഡ് വിതുനിൽ അനൂപ് എന്ത് ചെയ്തു, ആ എൻറ്റയർ 3 lakhs ക്രെഡിറ്റർ ആയിട്ടുള്ള എൽവിന് പേ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേ ചെയ്ത് കഴിയുമ്പോൾ അനൂപിന് സ്വാഭാവികമായിട്ടും മറ്റ് 2 കോഷ്യൂരിറ്റീസ്, മറ്റ് 2 പേര് ആരാണ്, പ്രതീഷ് ആൻഡ് വിതുൻ, അവരിൽ നിന്നും 2 lakh rupees അവരുടെ കോൺട്രിബ്യൂഷൻ ഈടാക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രതീഷും വിതിനും ഓരോരുത്തരും 1 lakh rupees വെച്ച് അനൂപിന് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ചില കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ കോഷ്യൂരിറ്റീസ് എന്ത് ചെയ്യാം, അവർക്ക് സ്പെസിഫിക് ആയിട്ട് അവരുടെ ഡിഫറെന്റ് സംസ് എന്ത് ചെയ്യാം, ഗ്യാരണ്ടി ചെയ്യാം. ഇപ്പോൾ ഈ അനൂപ്, പ്രതീഷ് ആൻഡ് വിതുൻ ഇതേ കേസ് തന്നെ എടുക്കുക. ജൂഡ് 3 lakh rupeesന്റെ ഒരു ഡെപ്റ്റ് എൽവിനായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവർ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തു. അതിലിപ്പോ ലൈക്ക് അനൂപ് 2 lakhs-ഉം പ്രതീഷ് ആൻഡ് വിതിൻ 50,000 വെച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ പേ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ കോഷ്യൂരിറ്റീസിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഷ്യൂരിറ്റീനെ വേണമെങ്കിൽ റിലീസ് ചെയ്യാം ക്രെഡിറ്റർക്ക്. ഇപ്പം ഇതേ കേസ് എടുക്കുക, ആരാണ് ഇവിടുത്തെ ക്രെഡിറ്റർ, എൽവിനാണ് അല്ലെ, ജൂഡാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, കോഷ്യൂരിറ്റീസ് അനൂപ്, പ്രതീഷ് ആൻഡ് വിതുൻ. അപ്പോൾ എൽവിൻ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കോഷ്യൂരിറ്റീനെ റിലീസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് വിതിനെ റിലീസ് ചെയ്തു. ഓക്കെ, പക്ഷെ വിതിനെ റിലീസ് ചെയ്തെങ്കിലും ബാക്കി 2 പേർക്കും എന്താണ് അവരുടെ ആ ഒരു ഗ്യാരണ്ടിയിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പം 3 പേര് ഇപ്പോൾ 1 lakh വെച്ചിട്ടാണല്ലോ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പൊ വിതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിതിന്റെ ആ ഗ്യാരണ്ടി അനൂപൻ, പ്രതീഷ് ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെ, സോ അതാണ് റിലീസ് ഓഫ് കോഷ്യൂരിറ്റി. ഇത്രയാണ് നമ്മൾക്ക് റൈറ്റ്സ് ഓഫ് ഷ്യൂരിറ്റിയിൽ വരുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ.